വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കെഹാത്ത്, മെറാരി. ഗർഷോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ലിബ്നിയും ഷിമേയും. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലിയും മൂഷിയും. ഇവയാണ് അവരുടെ പിതാക്കന്മാർക്കനുസരിച്ച് ലേവി കുലങ്ങൾ. ഗർഷോമിന് ലിബ്നി, അവന്റെ പുത്രൻ യഹത്ത്, അവന്റെ പുത്രൻ സിമ്മ, അവന്റെ പുത്രൻ യോവാഹ്, അവന്റെ പുത്രൻ ഇദ്ദോ, അവന്റെ പുത്രൻ സേറാഹ്, അവന്റെ പുത്രൻ യത്രായി. കെഹാത്തിന്റെ പുത്രന്മാർ പുത്രൻ അമിനാദാബ്, അവന്റെ പുത്രൻ കോരഹ്, അവന്റെ പുത്രൻ അസീർ, അവന്റെ പുത്രൻ എൽക്കാന, അവന്റെ പുത്രൻ എബിയാസാഫ്, അവന്റെ പുത്രൻ അസീർ, അവന്റെ പുത്രൻ താഹത്ത്, അവന്റെ പുത്രൻ ഊറിയേൽ, അവന്റെ പുത്രൻ ഉസിയ, അവന്റെ പുത്രൻ സാവുൾ. എൽക്കാനയുടെ പുത്രന്മാർ അമാസായിയും അഹിമോത്ത് എൽക്കാനയും. അവന്റെ പുത്രൻ എൽക്കാന, അവന്റെ പുത്രൻ സോഫായ്, അവന്റെ പുത്രൻ നഹത്ത്, അവന്റെ പുത്രൻ എലിയാബ്, അവന്റെ പുത്രൻ യെറോഹാം, അവന്റെ പുത്രൻ എൽക്കാന. സാമുവലിന്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേലും രണ്ടാമൻ അബിയായും. മെറാറിയുടെ പുത്രന്മാർ പുത്രൻ മഹ്ലി, അവന്റെ പുത്രൻ ലിബ്നി, അവന്റെ പുത്രൻ ഷിമേയി, അവന്റെ പുത്രൻ ഉസ, അവന്റെ പുത്രൻ ഷിമേയ, അവന്റെ പുത്രൻ ഹഗിയ, അവന്റെ പുത്രൻ അസായ. പേടകത്തിന്റെ പ്രതിഷ്ഠാപനം മുതൽ കർത്താവിന്റെ ആലയത്തിലെ ഗാനസംഘത്തിനു വേണ്ടി ദാവീദ് നിയമിച്ചവരാണ് ഇവർ. സോളമൻ ജെറുസലേമിൽ കർത്താവിന്റെ ആലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ അവർ ഗാന ശുശ്രൂഷ ചെയ്തിരുന്നു. അവർ തങ്ങളുടെ ക്രമമനുസരിച്ച് ശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരും അവരുടെ പുത്രന്മാരും ഇവരാണ്: കെഹാത്യരിൽ നിന്ന് സാമുവലിന്റെ പുത്രനായ ജോയേലിന്റെ പുത്രനും പാട്ടുകാരനുമായ ഹേമാൻ. സാമുവേൽ എൽക്കാനയുടെ പുത്രനായിരുന്നു. എൽക്കാന യെറോഹാമിന്റെ പുത്രനും ഏലിയേലിന്റെ പൗത്രനും തോവാഹിന്റെ പ്രപൗത്രനും ആയിരുന്നു. തോവാഹ് സൂഫിന്റെ പുത്രനും എൽക്കാനയുടെ പൗത്രനും മഹത്തിന്റെ പ്രപൗത്രനും ആയിരുന്നു. മഹത്ത് അമാസായുടെ പുത്രനും എൽക്കാനയുടെ പൗത്രനും ജോയേലിന്റെ പ്രപൗത്രനും ആയിരുന്നു. ജോയേൽ അസറിയായുടെ പുത്രനും സെഫനിയായുടെ പൗത്രനും തഹത്തിന്റെ പ്രപൗത്രനും ആയിരുന്നു. തഹത്ത് അസീറിന്റെ പുത്രനും എബിയാസഫിന്റെ പൗത്രനും കോരഹിന്റെ പ്രപൗത്രനും ആയിരുന്നു. കോരഹ് ഇസ്ഹാറിന്റെ പുത്രനും കെഹാത്തിന്റെ പൗത്രനും ലേവിയുടെ പ്രപൗത്രനും ആയിരുന്നു. അവൻ ഇസ്രായേലിന്റെ പുത്രനായിരുന്നു. ഹേമാന്റെ സഹോദരൻ ആസാഫ് അവന്റെ വലത്തുഭാഗത്ത് നിന്നിരുന്നു. ആസാഫ് ബരഗിയായുടെ പുത്രനും ഷിമേയായുടെ പൗത്രനും മിഖായേലിന്റെ പ്രപൗത്രനും ആയിരുന്നു. മിഖായേൽ ബാസേയായുടെ പുത്രനും മൽക്കിയായുടെ പൗത്രനും എത്തിനിയായുടെ പ്രപൗത്രനും ആയിരുന്നു. എത്തിനി സേറഹിന്റെ പുത്രനും അദായായുടെ പൗത്രനും ഏത്താന്റെ പ്രപൗത്രനും ആയിരുന്നു. ഏത്താൻ സിമ്മായുടെ പുത്രനും ഷിമേയുടെ പൗത്രനും യാഹത്തിന്റെ പ്രപൗത്രനും ആയിരുന്നു. യാഹത്ത് ഗർഷോമിന്റെ പുത്രനായിരുന്നു. അവൻ ലേവിയുടെ പുത്രനായിരുന്നു. അവരുടെ സഹോദരന്മാരായ മെറാര്യർ ഇടത്തുവശത്ത്. ഏത്താൻ കിഷിന്റെ പുത്രനും അബ്ദിയുടെ പൗത്രനും മല്ലൂക്കിന്റെ പ്രപൗത്രനും ആയിരുന്നു. മല്ലൂക്ക് ഹഷാബിയായുടെ പുത്രനും അമസ്യായുടെ പൗത്രനും ഹിൽക്കിയായുടെ പ്രപൗത്രനും ആയിരുന്നു. ഹിൽക്കിയ അമസ്യയുടെ പുത്രനും ബാനിയുടെ പൗത്രനും ഷേമറിന്റെ പ്രപൗത്രനും ആയിരുന്നു. ഷേമർ മഹ്ലിയുടെ പുത്രനും മൂഷിയുടെ പൗത്രനും മെറാറിയുടെ പ്രപൗത്രനും ആയിരുന്നു. അവൻ ലേവിയുടെ പുത്രനായിരുന്നു. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശ്രീകോവിലിന്റെ എല്ലാ ശുശ്രൂഷയ്ക്കുമായി നിയമിക്കപ്പെട്ടിരുന്നു. ദൈവദാസനായ മോശ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് അഹ്റോനും അവന്റെ സന്തതികളും അതിവിശുദ്ധ സ്ഥലത്തെ എല്ലാ ശുശ്രൂഷകൾക്കായും
ഇസ്രായേലിന്റെ പരിഹാരത്തിനായും ഹോമയാഗ ബലിപീഠത്തിന്മേലും ധൂപബലിപീഠത്തിന്മേലും ധൂമിച്ചിരുന്നു. അഹ്റോന്റെ പുത്രന്മാർ ഇവരാണ്: പുത്രൻ എലയാസർ, അവന്റെ പുത്രൻ ഫിനഫാസ്, അവന്റെ പുത്രൻ അബീഷുവ, അവന്റെ പുത്രൻ ബുക്കി, അവന്റെ പുത്രൻ ഉസി, അവന്റെ പുത്രൻ സെറാഹിയ, അവന്റെ പുത്രൻ മെറായോത്ത്, അവന്റെ പുത്രൻ അമറിയ, അവന്റെ പുത്രൻ അഹിത്തൂബ്, അവന്റെ പുത്രൻ സാദോക്, അവന്റെ പുത്രൻ അഹിമാസ്. അവരുടെ അതിർത്തികളിലുള്ള പാളയമനുസരിച്ച് അവരുടെ വാസസ്ഥലങ്ങൾ ഇവയാണ്. കുറി അവർക്കായിരുന്നതുകൊണ്ട് അഹ്റോന്റെ പുത്രന്മാരായ കെഹാത്യരുടെ കുലങ്ങൾക്ക് യൂദാദേശത്തെ ഹെബ്രോണും അതിനു ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും അവൻ കൊടുത്തു. എന്നാൽ പട്ടണത്തിന്റെ വയലും അതിന്റെ വാസസ്ഥലങ്ങളും യെഫുന്നയുടെ പുത്രനായ കാലെബിന് അവർ നൽകി. അഹ്റോന്റെ പുത്രന്മാർക്ക് അഭയനഗരങ്ങളായ ഹെബ്രോണും ലിബ്നായും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും യത്തീറും എഷ്തെമോവായും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അവർ നൽകി. കൂടാതെ ഹീലേനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ദബീറും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ആശാനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ബേർഷെമേഷും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബായും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അലേമെത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അനാത്തോത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. അക്കൂട്ടരുടെ പട്ടണങ്ങളെല്ലാം കൂടി ഇവരുടെ കുലങ്ങൾക്ക് 13 പട്ടണങ്ങൾ. ശേഷിച്ച കെഹാത്യർക്ക് കുറി അനുസരിച്ച് മനാസെ ഗോത്രത്തിന്റെ പാതി ഗോത്രകുലത്തിൽ നിന്ന് 10 പട്ടണങ്ങളും. ഇസാക്കർ, ആഷേർ, നഫ്താലി, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ഗർശോമർക്ക് അവരുടെ കുലമനുസരിച്ച് ബാഷാനിൽ 13 പട്ടണങ്ങളും. റൂബൻ, ഗാദ്, സെബലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മെറാര്യർക്ക് അവരുടെ കുലങ്ങൾ അനുസരിച്ച് 12 പട്ടണങ്ങളും അവർ നൽകി. അങ്ങനെ ഇസ്രായേലിയർ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്കു നൽകി. യഹൂദ്യരുടെ ഗോത്രത്തിൽ നിന്നും ഷിമയോന്യരുടെ ഗോത്രത്തിൽ നിന്നും ബെഞ്ചമിന്യരുടെ ഗോത്രത്തിൽ നിന്നും നാമാവലിയിൽ പരാമർശിച്ച ഈ പട്ടണങ്ങൾ അവർ കുറിയിട്ട് കൊടുത്തു. കെഹാത്യ കുലങ്ങളിൽ ചിലർക്ക് എഫ്രായിം ഗോത്രത്തോട് ചേർന്ന് തങ്ങളുടെ അതിർത്തി പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. എഫ്രായിം മലനാട്ടിലെ അഭയനഗരങ്ങളായ ഷെക്കേമും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗേസറും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അക്കൂട്ടർ അവർക്ക് നൽകി. കൂടാതെ യോക്മെയാമും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ബേത് ഹൊറോണും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അയ്യാലോനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗത്രിമോനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. കെഹാത്യരുടെ അവശേഷിക്കുന്ന കുലങ്ങൾക്ക് മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് അനേറും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ബിലയാമും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. ഗർശോമ്യർക്ക് മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് ബാഷാനിലെ ഗോലാനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അഷ്താറോത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദെഷും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ദബാറാത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും റാമോത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ആനേമും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാലും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും അബ്ദോനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹുക്കോക്കും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും റഹോബും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദെഷും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹമ്മോനും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും കിര്യാത്തായിമും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. മെറാര്യരിൽ ശേഷിച്ചവർക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോനോയും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും താബോറും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറിക്കോയിലെ ജോർദാനക്കരെ ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസറും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും യാക്സായും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും കെദമോത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും മേഫാത്തും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമൂത്ത് ഗിലയോതും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും മഹനായിമും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹെഷ്ബോണും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും യാസറും അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. ഹെസക്കിയ രാജാവ് ഇത് കേട്ട് തന്റെ വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷെബ്നായെയും മുതിർന്ന പുരോഹിതന്മാരെയും ചാക്കുടുപ്പിച്ച്
ആമോസിന്റെ പുത്രനായ ഏശയ്യ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ അവനോട് പറഞ്ഞു, ഹെസക്കിയ ഇപ്രകാരം പറയുന്നു: ഈ ദിനം കഷ്ടതയുടെയും ശാസനയുടെയും അവമാനത്തിന്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തന്റെ യജമാനനായ അസറിയ രാജാവ് അയച്ചിരിക്കുന്ന റബ്ശക്കേയുടെ വാക്കുകൾ ഒരുപക്ഷെ നിന്റെ ദൈവമായ കർത്താവ് കേൾക്കുകയും നിന്റെ ദൈവമായ കർത്താവ് കേട്ട ആ വാക്കുകൾക്ക് അവിടുന്ന് അവനെ ശാസിക്കുകയും ചെയ്യും. അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹെസക്കിയ രാജാവിന്റെ ദാസന്മാർ ഏശയ്യായുടെ അടുത്തെത്തി. ഏശയ്യ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് ഇങ്ങനെ പറയുവിൻ: കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, അസറിയ രാജാവിന്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ നിങ്ങൾ കേട്ട വാക്കുകളെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഇതാ, ഞാൻ അവനിൽ ഒരാത്മാവിനെ നിക്ഷേപിക്കും. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകും. സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. റബ്ശക്ക് മടങ്ങിപ്പോയി. അസറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് ലാഗിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു. കുഷ് രാജാവായ തിർഹാക്കായെ കുറിച്ച് അവൻ തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നെന്ന് അയാൾ കേട്ടു. അത് കേട്ടപ്പോൾ അയാൾ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇപ്രകാരം പറഞ്ഞു: യൂദാ രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ ഇപ്രകാരം പറയണം: അസറിയ രാജാവിന്റെ കയ്യിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നതിന് എന്തു ചെയ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ നീ രക്ഷപ്പെടുമോ? എന്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റേസഫ്, ബിത്ലാസറിലുണ്ടായിരുന്ന ഏദൻകാർ എന്നീ ജനതകളെ വിജാതീയ ദേവന്മാർ രക്ഷിച്ചു. ഹാമാത്തിലെ രാജാവും അർപ്പാദിലെ രാജാവും സെഫാർവയും നഗരത്തിലെയും ഹേനായിലെയും ഇവ്വായിലെയും രാജാക്കന്മാരും എവിടെ? ഹെസക്കിയ ആ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ഹെസക്കിയ അത് അവിടുത്തെ മുൻപിൽ നിവർത്തിവെച്ചു. ഹെസക്കിയ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ, അങ്ങാണ്, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. അങ്ങാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. കർത്താവെ, ചെവി ചായിച്ച് ശ്രവിക്കണമേ. കർത്താവെ, കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാകരീബ് അയച്ച ദൂത് അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, അസറിയ രാജാക്കന്മാർ സത്യമായും എല്ലാ രാജ്യങ്ങളും അവരുടെ ദേശങ്ങളും ശൂന്യമാക്കി കഴിഞ്ഞു. അവൻ അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കി. കാരണം അവ ദേവന്മാരായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ കരവേലയായ മരവും കല്ലുമായിരുന്നു. അവൻ അവ നശിപ്പിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ. അപ്പോൾ ആമോസിന്റെ പുത്രനായ ഏശയ്യ ഹെസക്കിയാക്ക് ഈ സന്ദേശം അയച്ചു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: അസറിയ രാജാവായ സെന്നാകരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചതിനാൽ അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വചനം ഇതാണ്: കന്യകയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ജെറുസലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടി. ആരെയാണ് നീ ശകാരിക്കുകയും ദുഷിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് നീ ശബ്ദമുയർത്തിയത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി. നീ ഉന്നതങ്ങളിലേക്ക് കണ്ണുകളുയർത്തി. നിന്റെ ദാസന്മാർ വഴി നീ നാഥനെ നിന്ദിച്ചു പറഞ്ഞു. എന്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോന്റെ ചെരുവുകളിലും കയറി. അതിന്റെ ഉയർന്ന ദേവദാരുക്കളും വിശിഷ്ടമായ സരളമരങ്ങളും ഞാൻ വെട്ടിവീഴ്ത്തി. അതിന്റെ വിദൂരമായ കൊടുമുടിയിലും ഉദ്യാന സമാനമായ വനത്തിലും ഞാൻ കടന്നു ചെന്നു. ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു. എന്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ തോടുകളെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു. ഇത് ഞാൻ പണ്ടുമുതലേ ചെയ്തതാണെന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ അതിന് രൂപം നൽകി. ഞാൻ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നു. നീ സുരക്ഷിത നഗരങ്ങളെ
അങ്ങനെ തകർത്ത് നാശകൂമ്പാരമാക്കി. അതിനാൽ ബലഹീനരായ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും ലജ്ജിതരുമായി. അവർ വയലിലെ പുല്ലും പച്ചപ്പുല്ലും പുരമുകളിലെ പുല്ലും വളരെ മുൻപേ വിളറിപ്പോയ പുല്ലും പോലെ ആയിത്തീർന്നിരിക്കുന്നു. നിന്റെ വസിക്കലും ഗമനാഗമനങ്ങളും നീ എന്നോട് കോപിക്കുന്നതും ഞാൻ അറിഞ്ഞു. നീ എന്നോട് കോപിക്കുകയും എന്റെ ചെവികളിൽ നിന്റെ ആലസ്യം എത്തുകയും ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൺ നിന്റെ വായിലും ഇടും. നീ എത്തിച്ചേർന്ന വഴിക്ക് തന്നെ ഞാൻ നിന്നെ തിരിച്ചയക്കും. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. വീണുമുളയ്ക്കുന്നത് ഈ വർഷം ഭക്ഷിക്കുക, താനെ വളരുന്നത് 2-ാം വർഷവും. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദയായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിലേക്ക് വീണ്ടും വേരുപിടിക്കുകയും മുകളിലേക്ക് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു ശിഷ്ടഭാഗവും സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിതരുടെ ഒരു ഗണവും പുറപ്പെടും. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അതിനാൽ അസറിയ രാജാവിനെ കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇവിടെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി ഇതിനോട് ഏറ്റുമുട്ടുകയില്ല. അവൻ ഇതിനെതിരെ ഉപരോധ ഭിത്തി ഉയർത്തുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകും. അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന്റെ അരുളപ്പാട്. എന്നെ പ്രതിയും എന്റെ ദാസനായ ദാവീദിനെ പ്രതിയും രക്ഷിക്കാനായി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിക്കും. കർത്താവിന്റെ ഒരു ദൂതൻ പുറപ്പെട്ട് അസീറിയ പാളയത്തിലെ 1,85,000 പേരെ വധിച്ചു. അവർ രാവിലെ ഉണർന്നപ്പോൾ ഇതാ അവരെല്ലാം മൃതരായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അസീറിയ രാജാവായ സെന്നാകരീബ് പിൻവാങ്ങി. അവൻ തിരിച്ചുപോയി നിനവയിൽ വസിച്ചു. തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമെലേക്ക്, ശരേസർ എന്നിവർ അവനെ വാളുകൊണ്ട് വധിച്ച് അരാറാത്തിന്റെ ദേശത്തിലേക്ക് പലായനം ചെയ്തു. അവനു പകരം പുത്രനായ എസാർഹദോൻ ഭരണമേറ്റു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിനെ അവർ കയ്യാഫാസിന്റെ അടുത്തുനിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു: ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു: ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു: നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുക. അപ്പോൾ യഹൂദർ പറഞ്ഞു: ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു: നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു: നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു: ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനവും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു: എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു: അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു: നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷി നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു: എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു: ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരുവനെ സ്വതന്ത്രനാക്കി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ
യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ഈ മനുഷ്യനെ അല്ല, ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബറാബാസാകട്ടെ കൊള്ളക്കാരനായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.